പുണർദം നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു സത്യാന്വേഷികളും ദൈവത്തെ മുറുക്കെ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരുമാണ്. നിങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കണ്ടുപിടിക്കും. മാതാപിതാക്കളെ എപ്പോഴും ബഹുമാനിക്കുന്നൊരു നാളുകാരാണ് പുണർദം നക്ഷത്രക്കാർ. പുണർദം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടെ അപഹാര കാലഘട്ടം തന്നെയാണ്. എങ്കിലും വ്യാഴം വരാൻ നേരത്ത് ഈ കണ്ടകശനിയുടെ അപഹാരമൊക്കെ നല്ല രീതിയിൽ കുറച്ച് സമ്പാദ്യം കാര്യങ്ങളൊക്കെ ഒരു വരുന്ന ആൾക്കാരുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ചിലപ്പോൾ അമ്മമാരുടെയും ചേച്ചിമാരുടെയും വീട്ടിൽ വെള്ളമായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ശനിയാഴ്ച പ്രത്യേകമായിട്ടുള്ളൊരു പൂജ കാര്യങ്ങളുണ്ടാവും. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻറ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആഗസ്റ്റ് മാസത്തിലെ പുണർദം നക്ഷത്രത്തിൻ്റെ ഫലം ആണ് നമ്മൾ പറയുന്നത്. അതായത് പുണർദം നക്ഷത്രത്തിലെ ആഗസ്റ്റ് മാസം വരാനിരിക്കുന്ന ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഫലം പറയുന്നതിന് മുമ്പ് തന്നെ ആ നാളുകാരുടെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പറയുന്നത്. ആദ്യം നമുക്ക് ആ ഗുണഗണങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലായിടത്തും മഴ പെയ്ത് വെള്ളമൊക്കെ കയറി ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഇതിൻ്റെ അകത്ത്. കാര്യം ഞാൻ പൂജ കഴിക്കുന്ന പല ക്ഷേത്രങ്ങളിലും വെള്ളം കയറി അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അതുമാത്രമല്ല, മൊത്തം ആൾക്കാരിൽ ഒരു ഭീതി പടർത്തുന്ന ഒരു സമയമാണ്. മിന്നൽ പ്രളയം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ 2018 പോലെ തന്നെ വേറൊരു രീതിയിലുള്ളൊരവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഭയങ്കര ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ പല കൂട്ടുകാരുടെയും വീട്ടിൽ വെള്ളമൊക്കെ കയറി, കുട്ടനാടൊക്കെയാണ്. അപ്പം വെള്ളമൊക്കെ കയറി ഭയങ്കര ഒരു കരണ്ടും ഇല്ല, ഭയങ്കര ഒരു അവസ്ഥയാണ് അതിൻ്റെ അകത്ത്. പലരും പല സ്കൂളിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ചിലർ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് വേറൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടി വിയിൽ കാണുന്ന പോലെയല്ല. അവിടെ നേരിട്ട് ചെല്ലാൻ നേരത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം വരും. നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും. അതുപോലെ അതായത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ വീട്ടിലാണ്, നമ്മുടെ കട്ടിലിൻ്റെ അടിയിലും എല്ലായിടത്തും വെള്ളമാണ് എങ്കിലും നമുക്ക് എന്തായിരിക്കും, എങ്ങും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കര ഒരു സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കേരളത്തിലെ മിക്ക ജില്ലയും കടന്നു പോകുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം അതിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ വരുന്ന ശനിയാഴ്ച പ്രത്യേക ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളും പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് ഈ മഴയൊക്കെ നിന്ന് പഴയ പോലെ ഒരു സന്തോഷമായിട്ട് വരാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിനി പുണർദം നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയാം. പുണർദം നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു സത്യാന്വേഷികളും ദൈവത്തെ മുറുക്കെ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരുമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ സത്യം മാത്രം പറഞ്ഞങ്ങനെ ഒരു ജീവിച്ച് പോവും. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കണ്ടുപിടിക്കും. മാതാപിതാക്കളെ എപ്പോഴും ബഹുമാനിക്കുന്നൊരു നാളുകാരാണ് പുണർദം നക്ഷത്രക്കാർ. ഇവർ ആവശ്യമില്ലാതെ വെറുതെ വഴക്കടിക്കാനോ കാര്യത്തിനൊന്നും പോകത്തില്ല. പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് നല്ലത് കിട്ടുകയും ചെയ്യും. വളരെ വ്യക്തമായി തന്നെ ഓരോ കാര്യവും വളരെ ബുദ്ധിപൂർവ്വം സംസാരിക്കുന്ന ആൾക്കാരാണ് പുണർദം നക്ഷത്രക്കാർ. അവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷേ ബാക്കി അല്ലാതെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ആരെയും സഹായിക്കാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി കാര്യങ്ങൾ തന്നെയുണ്ട്. അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ നക്ഷത്രം കൂടിയാണ് പുണർദം നക്ഷത്രം. ഈ കർക്കിടക മാസത്തിൽ ഈ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം പുണർദം നക്ഷത്രക്കാർക്കിപ്പോൾ വ്യാഴം വന്ന് ചേർന്നിരിക്കുന്നൊരു സമയം കൂടിയാണ്. അതിൻ്റെ കൂടുതൽ എഫക്റ്റിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും നാളായിട്ടുള്ളൊരു കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറി അവർക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. കാര്യം കണ്ടകശനിയുടെ അപഹാര കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2027 ജൂൺ മാസം 2-ാം തീയതി വരെ പുണർദം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടെ അപഹാര കാലഘട്ടം തന്നെയാണ്. എങ്കിലും വ്യാഴം വരാൻ നേരത്ത്
ഈ കണ്ടകശനിയുടെ അപഹാരമൊക്കെ നല്ല രീതിയിൽ കുറച്ച് സമ്പാദ്യം കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വനവാസം കഴിഞ്ഞു പട്ടാഭിഷേകത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നത്. അത് ഏകദേശം ചിങ്ങമാസത്തോടു കൂടിയൊക്കെ വരുള്ളൂ. എങ്കിലും നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പുണർദ നക്ഷത്രക്കാരെക്കുറിച്ച്. ഈ പുണർദ നക്ഷത്രക്കാരുടെ കുട്ടിക്കാലമൊക്കെ വളരെയധികം ദയനീയമായിരിക്കും. വലിയൊരു നല്ല അവസ്ഥ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ കഷ്ടപ്പെട്ടായിരിക്കും കുടുംബത്തിൽ ജീവിച്ചു വരുന്നത്. ഏകദേശം 32 വയസ്സിന് ശേഷമാണ് ഇവർക്കൊരു നല്ല കാലമൊക്കെ വരുന്നത്. അതുവരെ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടും ദുരിതവും എല്ലാം ആണ്. അതുപോലെ കൂടുതൽ കടങ്ങൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. അതായത് കടം മേടിച്ചും ലോൺ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ. അതൊക്കെ ഇപ്പോൾ ഒരു സമയത്ത് അടഞ്ഞു തീരുന്ന ഒരു സമയമാണ് ഇനി വരുന്നത്. എങ്കിലും ഈ നാളുകാർക്ക് സത്യമായിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പലരെയും സഹായിക്കണമെന്നുള്ള മെൻറ്റാലിറ്റി ഉണ്ടാകും. പക്ഷെ തിരിച്ചൊരു സഹായം ഉണ്ടാവില്ല, തിരിച്ചെതിര് തന്നെയായിരിക്കും. അതായത് പുണർദ നക്ഷത്രക്കാർ പലരെ സഹായിക്കും, തിരിച്ചിങ്ങോട്ട് അവർ സപ്പോർട്ട് ചെയ്യും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊന്നുമല്ല, അതിന് വിപരീതമായിട്ടായിരിക്കും എപ്പോഴും സംഭവിക്കുക. അവരുടെ ദാമ്പത്യ ജീവിതമൊന്നും വിജയകരമാവില്ല കൂടുതലായിട്ട്. അതൊരു പരസ്പരമായിട്ടൊരു ധാരണയില്ലായ്മയും പെട്ടെന്നുള്ളൊരു ദേഷ്യമൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മറ്റുള്ള നാളുകാരെ അപേക്ഷിച്ച് പുണർദ നക്ഷത്രക്കാർക്ക് ദാമ്പത്യേതര ജീവിതത്തിൽ കുറച്ചെപ്പോഴും വഴക്കുകളും പ്രശ്നങ്ങളും അത്ര അങ്ങോട്ട് വിജയമാകണമെന്നില്ല. പിന്നെ മനസ്സിൻ്റെ ഒരു നന്മ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വിജയിക്കും. പിന്നെ അതിനുള്ളൊരു വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒന്നിച്ച് നല്ല രീതിയിലൊക്കെ കുടുംബ ജീവിതം സുഖകരമായി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുണർദ നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങൾ. ഇവർക്ക് സഞ്ചാരം ഒക്കെ ഇഷ്ടമാണ്, യാത്ര പോകുന്ന ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ സഞ്ചാരം പോകുന്ന എപ്പോഴും ഒന്നല്ല, ഇടയ്ക്കിടയ്ക്കെങ്കിലുമൊക്കെ യാത്ര. പക്ഷേ ഇവർക്ക് കുറച്ച് പണത്തിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വരും. ഇനി നമുക്ക് ആഗസ്റ്റ് മാസത്തിലെ ഇവരുടെ ഫലത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. ആഗസ്റ്റ് മാസത്തിൽ പുണർദ നക്ഷത്രക്കാർക്ക് വരുമാനമൊക്കെ കൂടാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചിലവും കൂടും. കാരണം ഓണം കാര്യങ്ങളൊക്കെ വരുവാണല്ലോ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികൾ കാണം വിറ്റും ഓണം ഉണ്ണണമെന്നല്ലേ പറയുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഈ പറഞ്ഞ പുണർദ നക്ഷത്രക്കാരും അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ സാധന സാമഗ്രികൾ കാര്യങ്ങളൊക്കെ മേടിച്ച് കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ അത്യാവശ്യം വരുമാനമൊക്കെ കൂടാനുള്ളൊരു സാധ്യത കൊണ്ട് തന്നെ ഇവർക്കുള്ള പല കടങ്ങളും ഇവർ വീട്ടാനുള്ളൊരു യോഗം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടങ്ങളൊരു പകുതി ഒഴിവായെങ്കിൽ മാത്രം നമുക്ക് കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവും, അല്ലേ? നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു കുടുംബത്തിൽ സമാധാനവും ഐക്യവുമാണ്. ആ ഒരു കാര്യം ഈ മാസം ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ഇവർ ഒരു കാര്യം ചിന്തിക്കുക, മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്ന ഒരു കാര്യം ഒന്ന് നിർത്തുക. കൂടുതലായിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് സഹായിക്കാൻ എവിടെന്തെങ്കിലുമൊക്കെ കടം മേടിച്ചും വേണേൽ കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ നിങ്ങളെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ തോന്നും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കടം മേടിച്ച് നിങ്ങൾ പൈസ കൊടുത്ത് അവരെ രക്ഷിച്ചെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങളത് തിരിച്ച് ചോദിക്കാൻ പോകാൻ നേരത്ത് നിങ്ങളവരോട് കടം മേടിക്കാൻ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അത്രയധികം ഒരു എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പരിപാടി ഒന്ന് മറക്കുക എന്ന് തന്നെ പറയാം. എങ്കിൽ മാത്രമേ മുന്നോട്ട് ഒരു കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം തന്നെ പറഞ്ഞിട്ട് വീട്ടിൽ വഴക്കുണ്ടാകാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കെതിരെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നിഷ്പ്രയാസം മാറ്റാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ വർത്തമാനം പറയുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുടുംബജീവിതത്തിൽ ഒരു ഐക്യമുണ്ടാകാനുള്ളൊരു യോഗം കാര്യങ്ങളും കൂടി കാണുന്നു. അതിനുവേണ്ടി ഭദ്രകാളി പ്രീതി രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. കാരണം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ വരുന്നതൊരു നല്ല സമയം കൂടിയാണ്. അതിൻ്റെ ലാസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈ മാസം നടക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വനവാസം കഴിഞ്ഞു, ഇനി പട്ടാഭിഷേകമാണ്. അപ്പം അതുവരെയുള്ള ലാസ്റ്റ് പരിപാടിയിൽ കുറേയധികം വിഷമതകളും കാര്യങ്ങളൊക്കെ വരാം. ആ സമയത്ത് തന്നെ നമുക്ക്
നമ്മുടെ ഇൻകം കൂടാനും അതുപോലെ തന്നെ പല കടങ്ങളും വീട്ടാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. നമ്മുടെ ആത്മാർത്ഥതയെ പലപ്പോഴും ചോദ്യം ചെയ്യുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ പലപ്പോഴും ഉണ്ടാകാം. നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ തന്നെ നമ്മളെ എതിർക്കുന്നൊരു സിറ്റുവേഷൻ വരാം. അതായത് ഉദാഹരണമായിട്ട് എന്തെങ്കിലും സ്ഥലത്തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും പണമിടപാടിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ വന്ന് നമുക്കെതിരായിട്ട് ഇവർ തന്നെ നിൽക്കുന്നൊരു സാഹചര്യമൊക്കെ മുന്നിലുണ്ടാവും. പക്ഷേ എല്ലാ കാര്യങ്ങളെയും, അതായത് എന്ത് എതിർപ്പുകൾ വന്നാൽ ഇവരത് തരണം ചെയ്യും. പക്ഷേ നമ്മളത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ കുറ്റം പറയാൻ നേരത്ത് നമുക്ക് ചിലപ്പോൾ കൈവിട്ട് പോകും, നമുക്ക് വിഷമിക്കുന്നൊരു സിറ്റുവേഷൻ വരും. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ നമ്മളതിനോട് എതിരെ പോരാടും. പക്ഷേ ഉള്ളിലെപ്പോഴും ഒരു വിഷമം ഉണ്ടാവും. എന്നാലും നമ്മൾ സ്വന്തം കൂടപ്പിറപ്പ്, നമ്മളിത്ര അവരെ സഹായിച്ചിട്ട് അവർ തിരിച്ച് നമ്മളോട് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിൽ ഇവരുടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം പണമിടപാടിൻ്റെ കാര്യത്തിലാണേലും സ്ഥലത്തിൻ്റെ കാര്യത്തിലാണേലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല വിജയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരു വിജയത്തിനായിട്ട് അശ്രാന്ത പരിശ്രമം തന്നെ വേണ്ടി വരും. അത് ലാസ്റ്റ് പരിപാടിയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. അതായത് ചതുർഗ്രഹയോഗം കൂടി ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കണ്ടകശനിയുടെ അപഹാര കാലഘട്ടമാണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ, ആ വേഗത ഇതിലേക്ക് എഫക്റ്റ് ചെയ്ത് ഇനി ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതായത് ഉയർന്ന ജോലി കാര്യങ്ങൾ ലഭിക്കും, ഒരു വീട്, ചിലപ്പോൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുമായിരിക്കും ഒരു വീട് വാങ്ങണം, നല്ലൊരു വീട് നിർമ്മിക്കണം, അതൊക്കെ നടക്കും. എന്തായാലും ഈ മാസത്തോടു കൂടി ശമ്പളത്തിൽ വർധനവ് കാര്യങ്ങളല്ല, വരുമാനത്തിൽ വർധനവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം സമാധാനപരമായിട്ട് ജീവിക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ എത്ര ഒരു നല്ല കാര്യമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, അതായത് ചിലപ്പോൾ നമ്മൾ നന്നാവുന്നത് കണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന ചെയ്ത്ത് ദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വിഷബാധയൊക്കെ ഏൽക്കാതെ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ സമയം, മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്ഥാപനം അല്ല ബിസിനസ് തുടങ്ങാനുള്ളൊരു സമയം കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, പുണർദം നക്ഷത്രത്തിൻ്റെ ആഗസ്റ്റ് മാസത്തെ ഫലം. അതിനോടൊപ്പം തന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം പറയുകയാണ്. ഇപ്പം എല്ലാവരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇന്നലായിട്ടുള്ള ഒരു പ്രളയകാലം, ഭയങ്കര ഉരുൾപൊട്ടലും കാര്യങ്ങളും, പലയിടത്തും വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം നമുക്കും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല അറിയുന്ന ആൾക്കാരുടെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ചിലപ്പോൾ അമ്മമാരുടെയും ചേച്ചിമാരുടെയും വീട്ടിൽ വെള്ളമായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ശനിയാഴ്ച പ്രത്യേകമായിട്ടുള്ളൊരു പൂജ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും അതിനൂടെ നമ്മളെന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനോട്. അതിനോടൊപ്പം നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കുക. എത്രയും വേഗം പഴയ പോലെ ആയി എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ. ഓണം നല്ല രീതിയിലൊക്കെ കുടുംബപരമായിട്ട് എല്ലാവരും കൂടി ഒത്ത് ഒരുമിച്ച്, അതായത് അങ്ങനെയാണല്ലോ നമ്മൾ എവിടെ പോയാലും ഓണാഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ വന്നിട്ട് ഇലയിട്ട് എല്ലാവരുമായിട്ട് ഒരു ഉരുള ചോറ് കഴിക്കാൻ നേരത്തുള്ളൊരു സമാധാനം, ഒരു സന്തോഷം അത് ലഭിക്കണമെന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.